മക്കളെ ഹൗസ് ആണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ ഇതേ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുണ്ട് അല്ലെ. അതിൽ പോസ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിച്ച് സെറ്റ് ആക്കാൻ പോകുന്നത്. അതായത് പോസ്റ്റർ നമുക്ക് ഹിന്ദിയിൽ ഒരെണ്ണമാണോ വരാൻ പോകുന്നത്, ഒരു ടൈപ്പ് ആണോ വരാൻ പോകുന്നത്? അല്ല, നമുക്ക് ഹിന്ദിയിൽ 2 ടൈപ്പ് പോസ്റ്റർ ആണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ആ 2 എണ്ണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെ 4 മാർക്ക് കിട്ടും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇത് ഈ ഒറ്റൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പോസ്റ്റർ സെറ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ആദ്യം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് 2 ടൈപ്പ് പോസ്റ്റർ ഉണ്ടെന്ന് മിസ് പറഞ്ഞില്ലേ. അതിലൊന്ന് സന്ദേശം കൊടുത്ത് എഴുതുന്നതാണ്, ഒന്ന് എന്താണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് നോട്ടീസ്, ഒന്ന് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വേറെ വേറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഹിന്ദിയിൽ ഇത് 2 എണ്ണത്തിനും പോസ്റ്റർ എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. അതാണ് എപ്പോഴും ഉണ്ടാവാറ്. സാരമില്ല, നിങ്ങൾക്ക് ഇത് അടിപൊളിയാക്കി തരാം. നോക്കാം, ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സന്ദേശം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ചെറുതാകുമ്പോൾ തൊട്ടിട്ടേ എഴുതുന്നുണ്ടാവും അല്ലെ. എന്താണ് ജലസംരക്ഷണത്തിനെ കുറിച്ചിട്ട് എന്താണ് ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചിട്ട് സന്ദേശം കൊടുത്തുകൊണ്ട് പോസ്റ്റേഴ്സ് തയ്യാറാക്കാൻ. അങ്ങനെ ഒരു സാധനം വന്നാൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യൽ എന്താണ്, ആ ജലം എന്ന് പറയുന്നത് അമൂല്യമാണ്, മറ്റേതാണ് മറിച്ചേതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിന്റ്സുകൾ എഴുതി വെക്കും അല്ലെ. അങ്ങനെയുള്ള പോസ്റ്ററിനെയാണ് നമ്മൾ സന്ദേശം എടുത്തിട്ട് എഴുതുന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ സന്ദേശം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ചോളാം. അപ്പൊ 2 പോസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സന്ദേശം കൊടുത്തിട്ട് ഇപ്പം നമ്മളിങ്ങനെ ജലം അമൂല്യമാണ്, വരദാനമാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പിക്ചറൊക്കെ വരച്ച് എഴുതുന്ന ടൈപ്പില്ലേ, അതില് സന്ദേശം എന്ന് തന്നിട്ടുണ്ടാവും. നോക്കിക്കോളാം, എക്സാമ്പിൾ നോക്കിക്കേ. മാർച്ച് 22 എന്താണ് വിശ്വ ജലദിവസ് ആണ്. ആ വിശ്വ ജലദിവസിന്റെ ആ ഒരു അവസരത്തിൽ ജലജീവൻ കാ ആധാർ ഹേ കാ സന്ദേശ് ദേത്തെ ഹുए एक പോസ്റ്റർ തയ്യാർ കരേ. നോക്കിക്കേ എന്താ പറഞ്ഞിട്ടുള്ളത്, ജലജീവൻ കാ ആധാർ ഹേ, ജലം എന്ന് പറയുന്നത് ജീവന്റെ ആധാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നാൽ ഞാൻ പറഞ്ഞു എന്താണ് സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, നമ്മുടെ ജല ബാങ്ക് എന്ന് പറയുന്ന ആ പാഠഭാഗത്തിൽ നിന്നും ഏറ്റവും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ഇതാണ്. അപ്പൊ എന്തായാലും ഇത് പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ ഹിന്ദി തന്നിട്ടുണ്ട് നോക്കിക്കേ. വിശ്വ ജലദിവസ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ദേ വിശ്വ ജലദിവസ് എന്നുള്ളത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. പോസ്റ്ററിന് പിന്നെ ബോക്സ് വരയ്ക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ബോക്സ് വരയ്ക്കാതെ അത് എഴുതരുതേ, വെറുതെ എഴുതരുത്. ബോക്സ് ഒക്കെ വരച്ചിട്ട് പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ പിശുക്കി എഴുതുന്ന പരിപാടി. ഇപ്പൊ ഇതൊരു നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇതാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചാലോ, അങ്ങനെ ഒന്നും എഴുതരുതേ. എന്ത് ചെയ്താ, പോസ്റ്റർ ആണ്, നമുക്ക് ഇഷ്ടംപോലെ എന്ത് തരും, പേപ്പർ തരും, നല്ല വിസ്തരിച്ച് അങ്ങോട്ട് കുറെ പിക്ചറൊക്കെ വരച്ച് നന്നായിട്ട് അങ്ങോട്ട് എഴുതിക്കോളാം കേട്ടോ. അപ്പൊ നോക്കിയതാണോ വിശ്വ ജലദിവസ് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്, ദേ മാർച്ച് 22 ആണ് ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ് മക്കൾ എഴുതി വെക്കുന്നു. പിന്നെ ആദ്യത്തെ ഹിന്റ് അവരെന്നെ തന്നിട്ടുണ്ട്, എന്താണ് ജലജീവൻ കാ ആധാർ ഹേ, ജലം ജീവന്റെ ആധാരമാണ്. ഓക്കെ, അതും എഴുതി വെക്കുന്നു. പകുതി സാധനം ക്വസ്റ്റ്യൻ പേപ്പറിന് കിട്ടി. അതാണ് പോസ്റ്ററിന്റെ പ്രത്യേകത കേട്ടോ. പിന്നെ ഒരു 4 വാക്കെങ്കിലും നിങ്ങൾ എഴുതാം. 4 എണ്ണം എഴുതിയില്ലെങ്കിൽ ഒരു 3 എണ്ണെങ്കിലും ജലത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണോ വിഷയം തന്നത് അതിനെ കുറിച്ച് 3 വാചകമെങ്കിലും ഒരു പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി നോക്കുക. അതാണ് സന്ദേശം അല്ലെ. നോക്കാം, ജല പ്രകൃതിക്ക് അമൂല്യ വരദാൻ ഹേ, ജലം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അമൂല്യമായ വരദാനമാണ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ സാധനമാണ് അല്ലേ. ചെറുപ്പം മുതലേ തന്നെ എന്താണ് വരദാൻ ഹേ നമുക്ക് പറഞ്ഞ് പഠിച്ച സാധനമാണ് അല്ലെ. നോക്കാം, ജൽ നഹി തോ കൽ നഹി, ജലമില്ലെങ്കിൽ കൽ നശിന്നാണ്, നാളെ ഇല്ല എന്ന് പറയാണ്. ഓക്കെ, ഇതും പഠിച്ചു വെച്ചോളാം. സുഖല്ലേ, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ, പാനി രക്ഷിക്കൂ ജീവൻ ബച്ചാവോ, ലൈഫിനെ സംരക്ഷിക്കൂ. ഓക്കെ, ജൽ കാ ദുരുപയോഗം മത് കരോ, ജലത്തിന്റെ ദുരുപയോഗം നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യമാണ് ജല സംരക്ഷണത്തിനെ കുറിച്ച് നിങ്ങൾ സന്ദേശം എഴുതി. ഇത് എഴുതി നിർത്താൻ പാടുണ്ടോ? ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി എഴുതണം, ക്ലബിന്റെ പേര്. അതായത് ഒരു ക്ലബ് ആയിരിക്കല്ലോ ഇത് പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ടാവുക. ആ ക്ലബിന്റെ പേരും ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ സൈഡിൽ എഴുതിയിട്ടുണ്ടാവണം. ഇതാണ് പോസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ പകുതി സാധനം തന്നിട്ടുണ്ടാവും, എന്നിട്ട് സന്ദേശം എന്ന് പോസ്റ്ററിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട മക്കളെ വിചാരിച്ചു എന്താണ് കുറച്ച് സന്ദേശമൊക്കെ കൊടുത്ത് കുറച്ച് പിക്ചറൊക്കെ വരച്ച് മനോഹരമാക്കി അങ്ങോട്ട് വെച്ചാൽ മതി. പോസ്റ്ററിൽ 4 മാർക്ക് എന്തായാലും അടിപൊളിയായി കിട്ടും. ഇനി നിങ്ങളോട് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ചോദിക്കാറുണ്ട്. ഇത് കുറച്ചൊരു ഇച്ചിരി ആള് കുറച്ച് വേറെ സംഭവമാണ്, പക്ഷെ ഇതിന് മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. നോക്കാം, വിശ്വ സ്വാസ്ഥ്യ ദിവസ് ആണ് എന്താണ് നമ്മുടെ 7th April 2024 എന്ന് പറയുന്നത്. നോക്കാം, 7th April എന്താന്ന് പറഞ്ഞിട്ടുള്ളത്, സ്വാസ്ഥ്യ ദിവസ്. സ്വാസ്ഥ്യ ദിവസ് വെച്ച് എന്താണ് ഹെൽത്ത് അല്ലെ, ഹെൽത്ത് ഡേ ആണ്. നമ്മുടെ വേൾഡ്
അല്ലെങ്കിൽ ഇന്റർനാഷണൽ എന്താണെന്ന് പറഞ്ഞത് ഹെൽത്ത് ഡേ ആണ് April 7 എന്ന് പറയുന്നത്. ഓക്കെ, അന്ന് എന്ത് ചെയ്യാണ് നമ്മള് ഇസ് അവസർ പർ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2024 സമയത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ചോദിച്ച ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാവും, പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്ക് എന്താണ് ഇസ് അവസർ പർ ഈ അവസരത്തിൽ ആപ്കി സ്കൂൾ മേ നിങ്ങളുടെ സ്കൂളിൽ ഡോക്ടർ രമണി അഡ്കൂരി കാ ആദർ കിയാ ജായേഗ. ഈ ഒരു ദിവസത്തില് ഡോക്ടർ രമണി അഡ്കൂരിനെ എന്ത് ചെയ്യാണ് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ് ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. ഇസ്ലിയെ പോസ്റ്റർ തയ്യാർ കരേ. ഇവിടെ സന്ദേശം എന്നുള്ള സാധനം വന്നു ഇല്ല, ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റർ എഴുതേണ്ടത്, എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഒരു പോസ്റ്റർ വന്നാൽ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ മക്കളെ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്, വിശ്വ സ്വാസ്ഥ്യ ദിവസമാണ് എഴുതി, വിശ്വ സ്വാസ്ഥ്യ ദിവസമാണ്, വേൾഡ് ഹെൽത്ത് ഡേ ആണ് എഴുതി. പിന്നെ ഏതാണ് ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഡേറ്റ് നമ്മൾ എഴുതിയത് April 7 എന്ന് എഴുതി. ഓക്കെ, ഇനി എന്താണ് ഡോക്ടർ രമണി അഡ്കുരിയെ നമ്മൾ എന്ത് ചെയ്യാണ് ആദർ കിയാ ജായേഗ എന്ന് പറയുന്നത് അല്ലെ. അഥവാ മക്കൾക്ക് എന്താണ് മിസ് ഇപ്പൊ പറഞ്ഞ ഈ ഒരു സംഭവം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ലത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സംഭവം എഴുതിയാൽ മതി. ഡോക്ടർ രമണി അഡ്കുരിക്ക ആദർ കിയാ ജായേഗ എന്നുള്ളതെങ്കിലും എഴുതി വെക്കുക. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അല്ലാത്തവർ ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. എന്താണ് ഡോക്ടർ രമണി അഡ്കൂരിക്ക സമ്മാൻ സമാരോഹ്. സമ്മാൻ സമാരോഹ് എന്ന് വെച്ചാൽ എന്താ അറിയോ, ആദരിക്കുന്ന ചടങ്ങ് എന്താണ് ആദരിക്കുന്ന ചടങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആദരിക്കുന്ന ചടങ്ങിന് നമ്മൾ പറയുന്ന ഹിന്ദിയിൽ പറയുന്ന പേരാണ് സമ്മാൻ സമാരോഹ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക, സമ്മാൻ സമാരോഹ്. അഥവാ അത് പെട്ടെന്ന് എക്സാമിനറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു ഭാഗം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്തരം പോസ്റ്ററുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ നമ്മൾ എഴുതി, വിശ്വ ഹെൽത്ത് ഡേ ആണ്, ഡേറ്റ് എഴുതിയിട്ടുണ്ട്, എന്താണ് പ്രോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞതേ ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം, ഡേ എഴുതിയിട്ടുണ്ടാവണം, പിന്നെന്താണ് ഡേറ്റും ഡേയും, പിന്നെന്താണ് സമയം ടൈം എഴുതിയിട്ടുണ്ടാവണം, പിന്നെന്താണ് പ്ലേസ് എഴുതിയിട്ടുണ്ടാവണം. ഇത് ഇമ്പോർട്ടന്റ് ആണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്ക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് നോക്കണേ. 7 April ആണ് തന്നത്, വേറൊരു ഡേറ്റ് എഴുതി വെക്കുന്നത് 7 April 2024 ആണ് എഴുതി. സുബഹ് 11 ബജെ രാവിലെ ആയിക്കോട്ടെ നമ്മുടെ പരിപാടി നടക്കുന്നത്, രാവിലെ രാത്രി ഒന്നും ഇട്ട് വെക്കരുത്. സുബഹ് 11 അല്ലെങ്കിൽ 10 ബജെ. ബജെ എന്നാണ് മണി 9, നമ്മൾ 11 മണി 10 മണി എന്ന് പറയുന്ന കേട്ടോ ബജെ. സ്കൂൾ സഭാഗൃഹ് എന്ന് വെച്ചാൽ ഓഡിറ്റോറിയം. ഇത് അങ്ങനെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. എല്ലാ പരിപാടിയും നിങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേ നടക്കുള്ളൂ. സ്കൂൾ സഭാഗൃഹ് എന്ന് വെച്ചാൽ സ്കൂൾ ഓഡിറ്റോറിയം. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരാളാണ് എന്ത്, സബ്കാ സ്വാഗത്. നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് സബ്കാ സ്വാഗത്, എല്ലാവരും അങ്ങ് സ്വാഗതം ചെയ്യണം. സബ്ക എന്നാണ്, അത് മറന്നു പോകരുത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. പിന്നെ എല്ലാ പോസ്റ്ററും ആരാണ് ഒട്ടിച്ചത് എന്നുള്ളത് നമ്മൾ എഴുതണം. ഇവിടെ നമ്മുടെ സ്വാസ്ഥ്യ ക്ലബ്ബാണ്, നോക്കിക്കേ ഹെൽത്ത് ക്ലബ്ബാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ എന്താണ് നമ്മളോട് ഇതിൽ പറയാം. അപ്പൊ നമ്മൾ ക്ലബിന്റെ പേര് എഴുതി. ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ലബ് എന്ന് എഴുതിയാലും മതി. ഇങ്ങനത്തെ ക്ലബിന്റെ പേരൊക്കെ ഇവിടുന്ന് കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ കിട്ടും. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് സന്ദേശമല്ല, എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട്, എന്തോ ഒരു പ്രോഗ്രാമിന് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പോസ്റ്റാണ് എഴുതേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് മാത്രമേ പോസ്റ്റ് ചെയ്താന്ന് കണ്ടുപിടിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് പോലെ തരാം. അതായത് നിങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന്, നമുക്ക് സമയമുണ്ട്, എന്തായാലും നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് 11-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു കോണ്ടന്റ് കണ്ടു കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെയ്തു നോക്കുക. അതായത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ, March 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് അല്ലെ. അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സന്തോഷ് യാദവിനെ ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്കൂളിൽ വെച്ചിട്ട്, സന്തോഷ് യാദവിനെ അറിയാലോ, നമ്മുടെ എവറസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ സന്തോഷ് യാദവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. എല്ലാ ഹിന്ദും തരും. നോക്കാം നമ്മള് എന്താണ് ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്, അന്തർരാഷ്ട്രീയ വിമൻസ് ഡേ അല്ലെ, മഹിളാ ദിവസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സാധനം കിട്ടി.
പിന്നെ ഡേറ്റ് ഇത് ഇവിടെ തന്നെ ഉണ്ട്, March 8 നമുക്കൊക്കെ അറിയാം. ആരെയാണ്? സന്തോഷ് യാദവിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആദരിക്കാൻ പോകുന്നത്. ആദരിക്കുന്നതിന് എന്താ പറയുന്നത് നമ്മൾ നേരത്തെ പോസ്റ്ററിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു ഹിന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു പോസ്റ്റർ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഇത് എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഏത് പോസ്റ്റർ നമ്മുടെ 8ാം ക്ലാസ്സിൽ നിന്ന് വന്നാലും ഏത് പാഠത്തു നിന്ന് വന്നാലും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ എഴുതി കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഓക്കെ സെറ്റാണ് മിസ്സേ എഴുതി എന്ന് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. പോസ്റ്ററിന് 4 മാർക്ക്, ചെറിയ മാർക്കൊന്നല്ല, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. ബൈ ബൈ.